സ്വപ്നങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മുംബൈയിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർട്ട് ഫെസ്റ്റുകളിൽ ഒന്നാണ് കാലാഗോഡ ആർട്ട് ഫെസ്റ്റ്. അത് മുംബൈയിൽ നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ? അത് കണ്ടതിനു ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് മുംബൈ നഗരത്തിന്റെ പൗരാണിക പ്രൗഢിയും കലാപരമായ സൗന്ദര്യവും ഒത്തുചേരുന്ന ഒരിടമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ്. അറബിക്കടലിൽ നിന്നുള്ള തണുത്ത കാറ്റേറ്റ് തലയുയർത്തി നിൽക്കുന്ന ഈ സ്മാരകം മുംബൈയുടെ അടയാളമാണ്. ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. കടലിലൂടെയുള്ള ബോട്ട് യാത്രയും താജ് ഹോട്ടലിന്റെ ഗാംഭീര്യവും ചേരുമ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു സ്വപ്നമായി മാറുന്നു. ഇവിടെ നിന്ന് 3 തരത്തിലുള്ള ബോട്ട് യാത്രകളാണുള്ളത്. 1 എലിഫന്റ ഗുഹകളിലേക്കുള്ള യാത്ര, 2 മണ്ഡവ ഫെറിയിലേക്ക്, 3 ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള കൊച്ചു കൊച്ചു പ്ലഷർ ട്രിപ്പുകൾ. 100 മുതൽ 150 വരെയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അവിടെ നടക്കാറുള്ള മൾട്ടിമീഡിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. മുംബൈയുടെ ചരിത്രവും മഹാരാഷ്ട്രയുടെ വീരഗാഥ കഥകളും വിവരിക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യ വിരുന്നാണ്. ഈ യാത്രയുടെ മുഴുവൻ വിശേഷങ്ങളും അടങ്ങുന്ന ഫുൾ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവര് കയറി കണ്ടോളൂ. കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഒരു ചൂട് സമോസ കഴിക്കാതെ എങ്ങനെയാണ് മുംബൈ യാത്ര പൂർണ്ണമാകുന്നത്? അതുകൊണ്ട് തന്നെ ഓരോ ചൂട് സമോസ അകത്താക്കിക്കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പൊ ശരി, ബൈ ഫ്രം Tesu Talks.